വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് KPMS പ്രതിഷേധ മാർച്ച് നടത്തി. അടൂർ ഗോപാലകൃഷ്ണന്റെ കോലം പിടിച്ചാണ് പ്രതിഷേധമുണ്ടായത്. ചെരുപ്പുമാല അണിയിച്ച് കോലത്തിൽ ചവിട്ടി പ്രതിഷേധക്കാർ. തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ ചേരുന്നു. മീര, സിനിമാ കോൺക്ലേവിലുണ്ടായ പരാമർശങ്ങളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നുകൂടി പറഞ്ഞ് ഊട്ടിയുറപ്പിക്കുകയായിരുന്നു ഏതായാലും അടൂർ ഗോപാലകൃഷ്ണൻ. അതിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നത്. തിരുവനന്തപുരത്ത് നടന്ന ഈ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, 2 ദിവസമായി തുടരുന്നുണ്ടായിരുന്ന ആ സിനിമാ കോൺക്ലേവിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു ഒരു പരാമർശം വരുന്നതും അത് വിവാദമാകുന്നതും. എന്തായാലും ആ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KPMSന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആക്കുളത്തുള്ള അടൂരിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അടൂരിന്റെ കോലം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അതിൽ ചെരുപ്പുമാല ഉൾപ്പെടെ ചാർത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. നേരത്തെ തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തി ബാരിക്കേഡ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രതിഷേധം ഒരു അക്രമാസക്തമാകുന്ന രീതിയിലല്ല, ഒരു പ്രതിഷേധ ധർണ പോലെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 ദിവസമായി തിരുവനന്തപുരത്ത് തുടരുന്നുണ്ടായിരുന്ന സിനിമാ കോൺക്ലേവിലായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം വന്നത്. അതായത് സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കുമെതിരായി ഒരു പരാമർശം വരികയായിരുന്നു. ഈ വിഭാഗങ്ങൾക്ക് സിനിമ നിർമ്മിക്കാൻ കൊടുക്കുന്ന ഫണ്ട് ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പരാമർശം. സർക്കാരിന്റെ പണത്തിലുപരി അത് നികുതി പണമാണ്. 1.5 കോടി രൂപയാണ് സിനിമ നിർമ്മിക്കാൻ സർക്കാർ നൽകുന്നത്. ഈ തുക 3 പേർക്കായി നൽകണം എന്നതുൾപ്പെടെയുള്ള വിവാദ പരാമർശമായിരുന്നു ഈ ഒരു വേദിയിൽ വെച്ച്, നിയമസഭാ മന്ദിരത്തിൽ നടന്ന ഒരു വേദിയിൽ വെച്ച് അടൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വ്യക്തമായ പരിശീലനമില്ലാതെ സിനിമ എടുത്താൽ ആ പണം നഷ്ടമാകുമെന്നും പറഞ്ഞു. ആ സദസ്സിൽ നിന്ന് ഉൾപ്പെടെ അതിനെതിരെ ഒരു സ്ത്രീ, പുഷ്പലത എന്ന സിംഗർ പ്രതികരിക്കുകയുണ്ടായി. ആ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. അവർ അവരുടെ നിലപാടിൽ ഉറച്ചിരിക്കുകയാണ്. ഇന്നുൾപ്പെടെ മാധ്യമങ്ങളോട് കാണുമ്പോഴും താൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും ആ പറഞ്ഞ നിലപാടിൽ ഉറച്ചിരിക്കുന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു അടൂരിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നത്. എന്തായാലും നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. സർക്കാർ പണം നൽകുന്നത് നല്ല കാര്യത്തിനാണ്. പ്രതിഷേധിച്ച ആൾക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല എന്നതുൾപ്പെടെയുള്ള പ്രതികരണം ഇന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധവും അനുകൂലവും പ്രതികൂലവുമായി നിരവധി പ്രതികരണങ്ങൾ ഇന്നുൾപ്പെടെ വന്നു. എന്തായാലും ഇപ്പോഴും ഈ KPMSന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ആക്കുളത്തുള്ള അടൂർ ഗോപാലകൃഷ്ണന്റെ വീടിന് മുന്നിൽ തുടരുകയാണ്. പോലീസ് ഉൾപ്പെടെയുണ്ട്. ബാരിക്കേഡ് ഉൾപ്പെടെ തടഞ്ഞു വെച്ച ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണന്റെ കോലം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം തുടരുന്നത്. ലക്ഷ്മി.